ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വയ്ക്കുക. പൊടി കരിഞ്ഞു പോവാതിരിക്കാനാണ്. ഞാനിവിടെ ഒരു എരിവില്ലാത്ത മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, അങ്ങനെ 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടെ ആ എണ്ണയിലും വെളുത്തുള്ളിയിലും പച്ചമുളകിലും കറിവേപ്പിലയും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വയ്ക്കുക. ഇനി നമ്മൾ സ്റ്റീമറിൽ വെച്ച് നെല്ലിക്ക വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത്